ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിൻസ് കുക്കിൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചീര തോരനാണ്. എങ്ങനെയാണ് ഇത് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്കിന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഐറ്റമാണ് ചീര. നല്ല അയൺ റിച്ച് ആണ് ഇത്. അതുകൊണ്ട് തന്നെ HB ഒക്കെ കുറവുള്ളവർക്ക് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ HB ഒക്കെ കൂടാൻ നല്ലതായിരിക്കും. സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഹീമോഗ്ലോബിനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൈഡ് ഡിഷാണിത്. നമ്മളിത് വീട്ടിൽ നട്ട് വളർത്തിയിട്ടുള്ള ചീരയാണ് കേട്ടോ. ചീര തോരൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും തന്നെയൊക്കെ അറിയാമായിരിക്കും. പിന്നെ കുക്കിംഗ് ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇത് നോക്കിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചീര നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ഒരു അര സവോള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതും, നല്ല കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതായാലും മതി. പക്ഷെ കാന്താരിമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതും കറിവേപ്പില എല്ലാം കൂടി ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഏകദേശം അളവിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വളരെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് എടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ചീനച്ചട്ടിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചീരയുടെ ഇലയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അതൊന്ന് വെന്ത് കിട്ടാനുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ലാത്തത് കൊണ്ട് ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നമുക്ക് നന്നായിട്ട് നോക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുത്തു. ഇത് നമ്മൾ നാട്ടിൽ വിഷമില്ലാണ്ട് വളർത്തിയെടുത്തിട്ടുള്ള ചീരയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഡയറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചീരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം ചീര എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു എമൗണ്ടിലെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഒരു പിടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അങ്ങ് അവിഞ്ഞു പോയിട്ട് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ ചീര നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങയൊക്കെ മതിയായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് നാട്ടിലത്തെ തേങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഒരു പിടി തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഈ തേങ്ങയിലേക്കും കൂടി ഒന്ന് ആവി കയറുന്നിടം വരെ നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മുമ്പേ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാവിയും കൂടെ വന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.